എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന പുസ്തകമാണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ പുസ്തകത്തിലെ 6ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റ് റൗലത്ത് സത്യാഗ്രഹ ആൻഡ് അമൃത്സർ മസാക്കർ, റൗലത്ത് ആക്റ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടന്നിട്ടുള്ള പ്രശ്നങ്ങളുമാണ് നമുക്കിതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. റൗലത്ത് ആക്ട് കൊണ്ടുവരുന്നത് 1919 1919 റൗലത്ത് ആക്ട് കൊണ്ടുവരുന്നു. റൗലത്ത് ആക്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റൗലത്ത് ആക്ടിന്റെ നിയമം എന്ന് പറഞ്ഞാൽ വിചാരണ കൂടാതെ ഏതൊരാളെയും തടവിൽ വെക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരിക്കും, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടായിരിക്കും. പോലീസുകാർക്ക് വാറണ്ട് ഇല്ലാതെ എവിടെയും കയറി സെർച്ച് ചെയ്യാനും ആളുകളെ അറസ്റ്റ് ചെയ്യാനും സാധിക്കും. വാറണ്ട് ഇല്ലാതെ സെർച്ച് ചെയ്യുകയും ചെയ്യാം, വാറണ്ട് ഇല്ലാതെ ആളുകളെ അറസ്റ്റ് ചെയ്യാനും സാധിക്കും. ഒരാളെനെ ഒരു എന്താ പറയുക, ഒരു പ്രതിയാണ് എന്ന് സംശയിക്കുകയാണെങ്കിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരാളെയും തടവിൽ വെക്കാനുള്ള അവകാശവും റൗലത്ത് ആക്ട് മുഖാന്തരം കിട്ടുന്നുണ്ട്. അപ്പൊ മാർച്ച് 1919 റൗലത്ത് ആക്ട് വരുന്നത്. അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെ നിയന്ത്രിക്കലാണ്, ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായിരുന്നു റൗലത്ത് ആക്ട് എന്ന് നമുക്ക് വിലയിരുത്താം. എന്തൊക്കെയാണ് പറഞ്ഞത്? ക്വിക്ക് ട്രയൽ ഓഫ് ഒഫൻസസ്, ഏതെങ്കിലും പ്രതികളുടെ മേലെ പെട്ടെന്ന് തന്നെ വിചാരണകൾ നടത്താം. ക്വിക്ക് ട്രയൽ ഓഫ് ഒഫൻസ്. വിത്തൗട്ട് വാറന്റ് ഗവൺമെന്റ് ക്യാൻ സെർച്ച് എനിവേർ, ഏതൊരാളെയും ഏതൊരു സ്ഥലവും എപ്പോൾ വേണമെങ്കിലും വാറന്റ് ഇല്ലാതെ സെർച്ച് ചെയ്യാം. ദെൻ പ്രസ് റെഗുലേഷൻസ്, അതായത് മാധ്യമങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി പ്രസ് റെഗുലേഷൻസ് കൊണ്ടുവന്നു. അപ്പോൾ ഇതായിരുന്നു റൗലത്ത് ആക്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെതിരെ രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധം വന്നു. പ്രസ്സിന് മേലുള്ള കടന്നുകയറ്റം, ഏതൊരാളെയും എപ്പോൾ വേണമെങ്കിലും പിടിച്ചുകൊണ്ട് പോകാമെന്നുള്ളത്, ഇതിനൊക്കെതിരെ വളരെ കൂടിച്ചേർന്നുകൊണ്ടുള്ള എന്താ പറയുക മാസ്സായിട്ടുള്ള മൂവ്മെന്റ്സ് ഇതിനെതിരെ വന്നു എന്നുള്ളതാണ്. ഇപ്പം ജനങ്ങൾ എല്ലാവരും റൗലത്ത് ആക്ടിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. ഇതിനോടനുബന്ധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1919 ഫെബ്രുവരി 14 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സത്യാഗ്രഹവും പ്ലാൻ ചെയ്യുകയും ഗാന്ധിജി അത് ഓർഗനൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇത്തരം ഒരു സത്യാഗ്രഹം നടത്തിയതിന്റെ ഭാഗമായിട്ടും ഏപ്രിൽ 8 1919 ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റൗലത്ത് ആക്ടിനെതിരെ സത്യാഗ്രഹം നടത്തി എന്നതിന്റെ കാരണത്താൽ ഗാന്ധിജീനെയും 1919 ഏപ്രിൽ 8 അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനോട് തുടർന്ന് രാജ്യത്ത് പലയിടത്തും ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതും ഈ ഒരു പ്രതിഷേധത്തിന് കൂടുതൽ കാരണമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമൃത്സറിൽ ഒക്കെ വലിയ രീതിയിലുള്ള, പഞ്ചാബ് പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ അല്ലെങ്കിൽ എന്താ പറയുക പ്രതിഷേധങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ കാലത്ത് അമൃത്സറിലൊരു ഉത്സവം നടക്കുന്ന കാലഘട്ടം, പഞ്ചാബില് ഉത്സവം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ഈ ഉത്സവത്തിന് വേണ്ടിയിട്ട് പഞ്ചാബ് നഗരം എപ്പോഴും ആൾക്കാരുടെ തിക്കും തിരക്കൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു. ഈ സമയത്ത് ബ്രിട്ടീഷുകാർ ഈ റൗലത്ത് ആക്ടിനോട് കൂടെ തന്നെ ഒരു കാര്യം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ കൂട്ടം കൂടി ഇരുന്ന് ചർച്ചകൾ ചെയ്യുകയോ കൂട്ടം കൂടി നിന്ന് പ്രതിഷേധിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നൊരു നിയമവും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു തീരുമാനം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതായത് നിരോധന ഉത്തരവ്, എന്താ പറയുക കൂട്ടം കൂടി നിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നിരോധനാജ്ഞ എന്ന് പറയില്ല, ആ സംഭവം കൂടെ അന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് ജാലിയൻ വാലാബാഗിലെ പാർക്കില്, അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന പാർക്കില് ഒരു 15,000 മുതൽ 20,000 വരെ ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു സന്ദർഭം ഉണ്ട്. അത് അസംബ്ലി ഓഫ് 15,000 to 20,000 പീപ്പിൾ. ഇതിലെന്ന് പറഞ്ഞാൽ കുറെ പേര് സിഖുകാരായിരുന്നു, കുറെ പേര് ഈ ബൈസഖി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ആഘോഷം, പഞ്ചാബിലെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വന്നവരുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മീറ്റിംഗും നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. എങ്ങനെ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം ഇതിനെതിരെ, അല്ലെങ്കിൽ റൗലത്ത് ആക്ടിനെതിരെയും അതുപോലെ തന്നെ ഗാന്ധിജി അറസ്റ്റിനെതിരെയും എങ്ങനെ
സത്യാഗ്രഹം നടക്കാം, എങ്ങനെ പ്രതികരിക്കാം, പ്രൊട്ടസ്റ്റ് ചെയ്യാം, പ്രതിഷേധിക്കാം എന്നതിനൊരു കൂടിയാലോചനയും നടക്കുന്നുണ്ടായിരുന്നു. സത്യപാലിന്റെയും സൈഫുദ്ദീൻ കിച്ചിലു എന്ന് പറഞ്ഞ 2 നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അമൃത്സറിൽ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ ആയിരുന്നില്ല അവിടെ കൂടുതലും ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ബൈസഖി എന്ന് പറഞ്ഞൊരു ഉത്സവം ഉണ്ടായിരുന്നു, അതിൽ വന്നവരും പിന്നെ ഈ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന സിഖുകാര്, അവരൊക്കെയും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ നഗരത്തില് സ്ഥലത്ത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഒരു സ്ഥലത്ത് മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് വഴിയാത്രക്കാരുണ്ട്, ഒരു സ്ഥലത്ത് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് വന്നവരുണ്ട്, പിന്നെ അമൃത്സർ ടെമ്പിളിലേക്ക് പോകുന്ന സിഖുകാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് അന്ന് ഈ ഇതിലുണ്ട്. പക്ഷെ ആളുകൾ കൂട്ടം കൂടിയിരുന്നു എന്ന കാരണത്താൽ തന്നെ അന്ന് ജനറൽ ആയിട്ടുണ്ടായിരുന്ന ഡയർ എന്ന് പറയുന്ന ഹാരി ഡയർ, അയാളുടെ മുഴുവൻ പേര് ബ്രിഗേഡിയർ ജനറൽ റെഗിൻലാൻഡ് എഡ്വേർഡ് ഹാരി ഡയർ എന്നാണ് മുഴുവൻ പേര്. ഡയർ എന്നാണ് അറിയപ്പെടുന്നത്. ഡയർ ഇത്തരത്തിൽ ആളുകൾ കൂട്ടം കൂടിയിരുന്നതിനെതിരെ ഒരു എന്താ പറയാ വെടിവെപ്പിന് ഉത്തരവ് നൽകുകയാണ്. വെടിവെക്കാനുള്ള ഉത്തരവ് നൽകുകയും അങ്ങനെ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയിട്ടുള്ള ജനങ്ങൾക്ക് മേൽ നിരന്തരം വെടി ഉയർത്തുകയും ചെയ്തു. പട്ടാളക്കാർ നിരന്തരം വെടി ഉയർത്തുകയും ചെയ്തു. അപ്പൊ അതിന് ഉത്തരവ് നൽകിയിട്ടുള്ള ജനറൽ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ ഡയർ ആണ് കേട്ടോ. അപ്പം അങ്ങനെ നിരന്തരം അവർക്ക് വെടി ഉയർത്തുകയും ചെയ്തു. ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്ത് അവിടെ ഒരു വലിയ ചുറ്റുമതിലുകളാൽ ആയിട്ടുള്ള ഒരു പാർക്കായിരുന്നു അത്. അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വളരെ ചെറിയ ഒറ്റ പുറത്തേക്ക് പോകാൻ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട്. ബാക്കിയൊക്കെ ചെറിയ ചെറിയ വഴികളായിരുന്നു. ഈ മെയിൻ വഴി ക്ലോസ് ചെയ്തിടുകയും ചെയ്തു, അടച്ചിടുകയും ചെയ്തു. എന്നിട്ടാണ് ഈ വെടിവെപ്പ് നടത്തുന്നത്. അപ്പോൾ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലേക്കുള്ള നിർത്താതെയുള്ള വെടിവെപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് പേര് മരിച്ചു വീഴുന്ന സ്ഥിതി, ഗവൺമെന്റ് കണക്കിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ മരിച്ചു വീണിട്ടുണ്ടായിരിക്കും എന്നാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അഥവാ ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന് പറയുന്നത്. കൂടിയിരുന്നു എന്ന കാരണത്താൽ, അസംബിൾ ചെയ്തു എന്ന ഒറ്റ കാരണത്താലാണ് ഒരുപാട് ജനങ്ങളേനെ, അത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ജനങ്ങളേനെ ബ്രിട്ടീഷുകാർ അവിടെ കൊന്നൊടുക്കിയത് 1919. അതില് ശ്വാസം കിട്ടാതെ പെടഞ്ഞിട്ടൊക്കെയാണ് ഒരുപാട് പേര് മരിച്ചു എന്നുള്ളത് വളരെ ക്രൂരമായിട്ടുള്ള, ബ്രിട്ടീഷുകാരുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു മുഖമായിരുന്നു 1919 ഇന്ത്യക്കാർ സാക്ഷ്യം വഹിച്ചതെന്നാണ്. ഇതിൽ നിന്ന് ഇന്ത്യക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി. ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഇന്ത്യക്കാരനെ ഒരു നീതി കാണിക്കുന്ന വിഭാഗമായിരുന്നില്ല. അവർക്ക് ഇന്ത്യയിലെ ജനങ്ങൾ മരിച്ചാലും കൊന്നാലും ഒന്നും തന്നെ അവരെ ബാധിക്കുന്ന വിഷയമായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് ഇതൊക്കെ അവരുടെ ഭരണത്തിന്റെ ഭാഗം മാത്രമായിരുന്നു എന്ന് ഇന്ത്യക്കാർ തിരിച്ചറിയുന്നത് 1919 മസാക്കറിലോട് കൂടി തന്നെയാണ്. അതിനുശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖം പൂർണ്ണമായിട്ട് മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഇത്രയധികം ജനങ്ങളെ ഒരുമിച്ച് കൊന്നൊടുക്കിയതിൽ വലിയ പ്രതിഷേധം ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാർ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ എല്ലാവിധ ജനങ്ങളും ഞെട്ടിപ്പോയൊരു ഇൻസിഡന്റ് ആയിരുന്നു ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഇത്രയും ക്രൂരതയോടുകൂടെ പെരുമാറാൻ സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് രവീന്ദ്രനാഥ് ടാഗോറിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ അദ്ദേഹം തിരിച്ചു നൽകുന്നുണ്ട്. ഗാന്ധിജിനെ കേസർ ഹിന്ദ് എന്നൊക്കെ ഒരു പൊസിഷൻ നൽകുമായിരുന്നു, അതെല്ലാം തിരിച്ചു നൽകുന്നു. ഇവരെല്ലാവരും പ്രമുഖ വ്യക്തികളൊക്കെ അവർക്ക് കിട്ടിയ അവാർഡുകൾ തിരിച്ചു നൽകിക്കൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഉണ്ടാവുന്നത്. അമൃത്സറിൽ 1919 ഡിസംബറിൽ അമൃത്സറിൽ ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്നത് ഏപ്രിൽ 13, 1919 കേട്ടോ. 1919 ഏപ്രിൽ 13 തീയതിയാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്നത്. ഓക്കെ, ആ തീയതി പറയാൻ മറന്നുപോയി അതൊക്കെ. ഇനി 1919 ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യക്കാർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇനി ഒരു മാസ് പ്രൊട്ടസ്റ്റിലേക്ക്, ഒരു വലിയ ജനകീയ വിപ്ലവത്തിലേക്ക്, ജനകീയ സമരത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ് അമൃത്സർ സെഷനിലൂടെ എടുത്ത തീരുമാനം എന്ന് പറയുന്നത്. അപ്പൊ 1919 അമൃത്സർ സെഷനിൽ രാജ്യം ഒന്നടങ്കം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതികരിക്കുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ എന്ന തീരുമാനത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇതോട് കൂടിയിട്ട് 19 ഇവർക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1916 ഓഗസ്റ്റ്
ഓഗസ്റ്റിൽ ഒരു പ്രൊക്ലമേഷൻ വരുന്നുണ്ടല്ലോ, വിളംബരം വരുന്നുണ്ടല്ലോ. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക് അധികം വൈകാതെ സ്വയംഭരണാവകാശം നൽകുമെന്നുള്ളത്. ആ പ്രഖ്യാപനമെല്ലാം വെറും കള്ളത്തരമായിരുന്നെന്നും ഇന്ത്യക്കാരെ ഇവർ ചൂഷണം ചെയ്യുകയായിരുന്നെന്നും ഇന്ത്യക്കാർക്ക് മനസ്സിലാവുകയാണ്. കോൺഗ്രസിന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവർ പറഞ്ഞു പറ്റിച്ചതാണെന്ന് കോൺഗ്രസിന് മനസ്സിലായി. അതുകൊണ്ട് ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിക്കില്ല എന്ന തോന്നലും ഇന്ത്യക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുമാണ് കൂടിയാണ് ഈ അമൃതസർ സെഷനിലൂടെ ഇവർ തിരിച്ചറിയുകയും കൂടിയാലോചിക്കുകയും ചെയ്തത്. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ വളരെ രീതിയിലുള്ള വിമർശനം രാജ്യമെമ്പാടും ജാലിയൻ വാലാബാഗിനെതിരെ പ്രതിഷേധങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ജനറൽ ഡയർ ഇതിനെ വളരെ ലാഘവത്തോട് കൂടിയിട്ട് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് അതൊരു മോറൽ ഇഫക്റ്റ് ആയിരുന്നു എന്നാണ്, ധാർമ്മികപരമായിട്ട് ചെയ്തതാണെന്ന്. അതായത് ഉത്തരവ് ലംഘിച്ച് കൂടിയവരെ കൊന്നു, അങ്ങനെ ഒരു രീതിയിലാണ് ജനറൽ ഡയർ ഇതിനെതിരെ പ്രതികരിച്ചത് എന്നുള്ളതാണ്. ജനറൽ ഡയർ പറയുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ വളരെ പ്ലാൻഡ് ആയിട്ട് ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണെന്ന് ജനറൽ ഡയർ സമ്മതിക്കുന്നുണ്ട്. അത് മുന്നറിയിപ്പില്ലാതെ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയോ പെട്ടെന്ന് തോന്നിയ വികാരത്തിന് പുറത്ത് നടത്തിയിട്ടുള്ള ഒരു വെടിവെപ്പൊന്നും ആയിരുന്നില്ല. അത് വളരെ പ്ലാൻ ചെയ്ത് ബ്രിട്ടീഷുകാരെ തീരുമാനം അനുസരിച്ച് തന്നെയാണ് നടപ്പിലാക്കിയതെന്നും ജനറൽ ഡയർ പറയുന്നുണ്ട്. അത് ധാർമ്മികപരമായിട്ട് ശരിയായിരുന്നെന്ന് അതിനെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ജനറൽ ഡയർ. അപ്പൊ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ജാലിയൻ വാലാബാഗ് ഒരു ശരിയായിരുന്നു എന്നുള്ളതും ബ്രിട്ടീഷിന്റെ ഉന്നത അധികാരികൾ തന്നെ അത് ശരിയായിരുന്നു എന്ന് പറയുന്നതും ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. ദെൻ ഈ പക്ഷേ ഇന്ത്യക്കാരുടെ ഒരു പ്രതിഷേധം തുടർന്നുകൊണ്ടേ ഇരുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹണ്ടർ കമ്മീഷനെ നിയമിക്കുന്നുണ്ട്. ഹണ്ടർ കമ്മീഷൻ ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ജാലിയൻ വാലാബാഗ് മസാക്കർ. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഹണ്ടർ കമ്മീഷൻ വരുന്നു. പക്ഷേ അതിൽ ഡയർ ചെയ്ത് തെറ്റാണെന്ന് ഹണ്ടർ കമ്മീഷൻ കണ്ടെത്തുകയും ഡയറിനെ കുറച്ചു കാലത്തേക്ക് ഡയറിന്റെ സ്വഭാവം വളരെ മോശമായി പോയി എന്നുള്ള താക്കീത് നൽകിയെങ്കിലും മറ്റൊരു തരത്തിലുള്ള നടപടിയും ജനറൽ ഡയറിനെതിരെ എടുത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ബ്രിട്ടീഷുകാർ ഡയറിനെതിരെ ഒരു നടപടിയും ഹണ്ടർ കമ്മീഷന്റെ ഭാഗമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതും ഇന്ത്യക്കാരെ വലിയ രീതിയിലേക്ക് നിരാശപ്പെടുത്തുകയും ഇന്ത്യക്കാരെ കൂടുതൽ ശക്തമായി പോരാടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ദെൻ ഇതായിരുന്നു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. 1920 ജനങ്ങൾ മനസ്സിലാക്കുകയാണ് ഇനി ബ്രിട്ടീഷുകാരോട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, ഇവരോട് നിസ്സഹകരണ സമരങ്ങൾ എടുക്കേണ്ട കാലമായി എന്നുള്ളത് ബ്രിട്ടീഷുകാർ മനസ്സിലാവുകയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പിന്നീട് നടന്നിട്ടുള്ള നിസ്സഹകരണ പോരാട്ടങ്ങളായിരുന്നു. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരിക്കുക, ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാതിരിക്കുക എന്നൊരു രീതിയിലേക്ക് ഇന്ത്യക്കാർ തിരിയുന്ന ഒരു കാലഘട്ടമാണ് അടുത്തതായിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ലക്നൗ റൗലത്ത് സത്യാഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു, റൗലത്ത് ആക്ട്, അതിനോട് തുറന്നിട്ടുണ്ടായിരുന്ന ജാലിയൻ വാലാബാഗ് മസാക്കർ ഏപ്രിൽ 13, 1919 നടക്കുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായി. അമൃതസർ സെഷൻ വന്നു ഡിസംബർ 1919. അമൃതസർ സെഷനിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തുറന്നു പോരാടാൻ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷൻ ഏതാണ്? ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്